ഹലോ. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാലേ നമ്മൾ തിരിച്ച് കാസർഗോട്ടേക്ക് ഒന്ന് പോവാണ് ട്ടോ. അതായത് ഒരു 6, 6.5 വർഷം ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ അവിടെയാണ് ട്ടോ. പ്രാണൻ ഉണ്ടായതൊക്കെ അവിടെയാണ്. നിങ്ങൾ ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയായിരിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അതേ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുപാട് നല്ല പേരെ നമ്മളുടെ ഓർമ്മകളൊക്കെ എന്താ പറയുക തിരിച്ച് പുതുക്കിയെടുക്കുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചൊരു സ്ഥലം കൂടിയാണ് ട്ടോ. എപ്പോഴെങ്കിലും പോകണം ആരുടെയെങ്കിലും എന്തെങ്കിലും എൻഗേജ്മെൻറ്റ്സിനോ കല്യാണത്തിനോ അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിച്ച് തിരിച്ച് വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം. പക്ഷെ ഞങ്ങളിപ്പോൾ പോണത് അങ്ങനെയുള്ളൊരു എന്താ പറയുക ഹാപ്പി സിറ്റുവേഷൻ ഫേസ് ചെയ്യാനല്ല. ഒരു വല്ലാത്തൊരു ഇമോഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരാം എന്ന് വിചാരിച്ചിട്ട് പോണതാണ്. നമ്മളെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി കൂടിയാണ് ട്ടോ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം അവരുടെ ആളുടെ ഇമോഷൻസും മറ്റുള്ളവർക്ക് മുന്നിൽ ഷെയർ ചെയ്ത് ആ, അതൊരു ചർച്ചയാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാണ്. ആ ഒരു ഫാമിലിക്ക് എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും കൂടി ചെയ്യാം ട്ടോ. കാസർകോട്ടേന്ന് നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ കാസർഗോഡ് ഇങ്ങനെയൊന്നല്ല ട്ടോ. ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ആ ഒരു വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ട്ടോ. അവിടെ ഞാൻ കണ്ടൊരു ഐറ്റമാണ് ട്ടോ. ഈ ഒരു സാധനം ഇഡ്ഡലി പോലെ ഒരു ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിങ്ങനെയൊക്കെ അവർ ചെയ്തു വെച്ച കാരണം കൊണ്ട് ഇതിലെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. നോക്കുമ്പോൾ സംഭവം പക്ക ഇഡ്ഡലി മാവ് ഈ ഒരു ഷേപ്പിൽ പ്ലാവിൻ്റെ ഇലേനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ട്ടോ. അവിടെ നമ്മൾ പ്രിയയുടെ ഫ്രണ്ടിനെ വിളിച്ചു. അവൻ അറേഞ്ച് ചെയ്ത് തന്നൊരു വണ്ടി എടുത്തിട്ടാണ് ട്ടോ നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ എന്താ പറയുക 6 വർഷം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കുറേ സ്ഥലങ്ങൾ, പ്രവി വർക്ക് ചെയ്ത ഓഫീസിനോട് ചേർന്നിട്ട് വെറൊരു തറയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് അതിൻ്റേതായ രീതിയിലുള്ള കുറേ കുറേ മാറ്റങ്ങൾ. അങ്ങനെ പല ഓർമ്മകളും കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാറ്റവും ഇല്ലാണ്ട് നിന്ന ഒരു സ്ഥാപനമാണ് ട്ടോ പ്രാണ പഠിച്ച, അതായത് പ്രാണ ആദ്യമായിട്ട് പോയ ഒരു നഴ്സറി. ഇവിടെ ആരുമില്ല. നമ്മൾ പോയതൊരു സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക ടീച്ചേഴ്സോ കുട്ടികളൊന്നുമില്ല. ജസ്റ്റ് അതെല്ലാം കണ്ടിങ്ങനെ മടങ്ങി. ഒപ്പം പ്രിവ്യൂ വർക്ക് ചെയ്തിരുന്ന ഓഫീസ് എല്ലാം കണ്ടു. അവിടെ ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കൊല്ലിയ തട്ടുകടയാണ് കേട്ടോ പോയത്. അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെ കഴിച്ചു. നെയ്ച്ചോറും പോത്തിറച്ചിയും പരിപ്പ് കറിയും. അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു ഓർമ്മ പുതുക്കൽ എന്ന പോലെ അവിടുത്തെ ഒരു ബിഗ് ബസാറിൽ പോയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങി തിരിഞ്ഞു. ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കാസർഗോഡുള്ള സമയത്ത് ഞങ്ങളുടെ എവർടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ പറഞ്ഞ പോലെ പാനിപ്പൂരി. അത് നമ്മൾ അധികവും കഴിക്കാറുണ്ട്. ചെറുതിൽ പ്രാണ വെറും ബീൻസ് മാത്രം കഴിക്കായിരുന്നുള്ളൂ. ഇപ്പോൾ വലുതായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പാനിപ്പൂരി അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.